ഓങ്ങി അടിച്ചാൽ 1.5 ടൺ വെയിറ്റ് എന്ന് പറഞ്ഞ സത്യമാണോ? അത് ഞാൻ അളന്നൊക്കെ നോക്കിയിട്ടുണ്ട്. അതെ. വാവ്. പക്ഷെ അപ്പൊ ഒരു കൈക്ക് മാത്രമേ ഉള്ളൂ. വെൽക്കം ബാക്ക് ആഫ്റ്റർ എ ലോങ് ടൈം. ഇനി ഞാൻ കൺസിസ്റ്റന്റ് ആയിരിക്കും. 3 മാസം കൂടുമ്പോൾ ഒരു പ്രാവശ്യം വന്നിട്ട് കൺസിസ്റ്റൻസിയെ കുറിച്ച് പറയാൻ നാണോ ഇല്ലെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ടാണ് ഞങ്ങളൊരു തമിഴ് മൂവി റിവ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സ്ഥിരം വേട്ടമൃഗങ്ങളെയൊക്കെ മാറ്റി നിർത്തി നല്ല ടാലന്റഡ് ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ മൂവിയാണ് ചൂസ് ചെയ്തിരിക്കുന്നത്. യെറ്റ് അനദർ വൈൽഡ് ആനിമൽ ഫ്രം ദ ഡയറക്ടർ ഓഫ് സിംഹം, കടുവ, ആന, കോഴി വൈൽഡ് ആനിമൽ അല്ലല്ലോ. അല്ലെങ്കിൽ അത് വിട്. സിനിമയ്ക്ക് പേരിടുമ്പോൾ ഇത്രയും പിശുക്ക് കാണിക്കുന്ന വേറെ ഒരു ഡയറക്ടർ ഉണ്ടാവില്ല. എല്ലാം സിംഗിൾ വേർഡ് നെയിംസ്. ഈ സിനിമയുടെ ഒഫീഷ്യൽ നെയിം C3 എന്നാണ്. ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ഇയാൾ എടുത്തിരുന്നെങ്കിൽ കിഴക്കെന്ന് പേരിട്ടനെ. ഐ നോ ഇറ്റ്സ് എ ബാഡ് ജോക്ക്. ഷിറ്റ്. അതൊക്കെ നമ്മുടെ മലയാള സിനിമ. എന്തൊക്കെ പേരുകളാണ്. അച്ഛനെയാണ് എനിക്കിഷ്ടം. അച്ഛനൊരു വാഴ വെച്ച് പൊതിച്ചോറ്. പിന്നെ എന്റെ പേഴ്സണൽ ഫേവറേറ്റ് വരുന്നു വന്നുകൊണ്ടേയിരിക്കുന്നു. മീറ്റ് ദുരൈ സിംഗം, ആൻ ഐഡിയൽ ഇന്ത്യൻ പോലീസ് ഓഫീസർ. ഡ്യൂട്ടി ടൈമിൽ ഫുട്ബോൾ കളിക്കാൻ പോകും. കലിപ്പുള്ളവരെ കള്ളക്കേസിൽ കുടുക്കി റിവഞ്ച് എടുക്കും. FIR എണ്ണത്തൊക്കെ കിളിച്ച കാശുള്ളവന്റെ മക്കൾ അരിഞ്ഞാണം കാണാതായാലും നേരിട്ട് പോയി അന്വേഷിക്കും. കള്ളക്കടത്ത് പിടിക്കാൻ അസിസ്റ്റന്റിനെ വിടും. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ച് സ്വന്തം നാട്ടിൽ ഫസ്റ്റ് പോസ്റ്റിംഗ് വാങ്ങും. എന്നിട്ട് കറപ്ഷനെ കുറിച്ച് ഘോരഘോരം പ്രസംഗിക്കും. പിന്നെ ഇന്ത്യൻ പോലീസിന്റെ മുഖമുദ്ര. I'm an Indian police ra. Technically you are still state police, not Indian police. Yarra Tamil Nadu police, Andhra police nu pirichu pesnathu. സ്റ്റേറ്റുകൾ തമ്മിൽ വേർതിരിച്ച് സംസാരിക്കുന്നതെന്ന് സിംഗത്തിന് ഇഷ്ടമേ. Tamil Nadu police പറ്റി പേസ உங்களுக்கு என்ன തകുതി இருக்கு? Yarra Tamil Nadu police, Andhra police nu pirichu pesnathu. ഹിപ്പോക്രസിക്ക് ഒരു രൂപം ഉണ്ടായിരുന്നെങ്കിൽ അതിന്റെ അപ്പനായിട്ട് വരും ദുരൈ സിംഗം. പുറമെ ഇങ്ങനെ പുരോഗമനവും ഇക്വാലിറ്റിയും ഒക്കെ പറയെങ്കിലും ആളൊരു ബൂമറാണ്. எல்லாம் குளிச்சிட்டு தலை சிவமா அப்படியே பிரிச்சு போட்டே வந்திருக்காங்க. எங்க ஊர்ல இத தலைவரி கோலம்னு சொல்லுவோம். இது கட்டிடாண்ட അഴിച്ചിട്ട് നോക്ക്. മുടി അഴിച്ചിട്ട് കാണാൻ അടിപൊളി. ரொம்ப ടാർച്ചർ പண்றான்டா. സ്വന്തം ടീമിൽ ഒരു വനിതാ പോലീസ് പോലും ഇല്ല. ഞാൻ സ്യൂഡോ ഫെമിനിസം പറഞ്ഞൊന്നുമല്ല. ഇതിനുള്ള കാരണം സിംഗം തന്നെ പറയുന്നുണ്ട്. പൊണ്ണുങ്ങ പോലീസ് സ്റ്റേഷൻ പക്കം വരപ്പെടാ. അപ്പോ വീട്ടു പക്കം വരലാമാ സർ? സ്ത്രീകളെ ഒരു നോട്ടം കൊണ്ട് പോലും ശല്യം ചെയ്യാൻ സിംഗം സമ്മതിക്കത്തില്ല. തായി തമക്ക തങ്ക താരം തവര മത്ത എല്ലാ പൊമ്പളകളെയും തപ്പദം ടോപ്പിംഗാണ്. സോ അക്കോർഡിംഗ് ടു സിംഗം, സ്ത്രീകൾ ബസ് സ്റ്റേഷൻ, പോലീസ് സ്റ്റേഷൻ, റെയിൽവേ സ്റ്റേഷൻ ഒന്നും പോകാൻ പാടില്ല. പക്ഷെ ഡാൻസ് ബാറിൽ കൂടെ വന്ന് ഡാൻസ് കളിക്കുന്നതിൽ തെറ്റില്ല. പൊണ്ണുങ്ങ പോലീസ് സ്റ്റേഷൻ പക്കം വരപ്പെടാ. പോലീസുമാർ പേസുங்க സാർ, പുറംപോക്കുമാർ പേசுறீங்க. കഥ നടക്കുന്നത് അങ്ങ് ആന്ധ്രയിലാണ്. ബാലയെ റിട്ടയർ ആയ വേക്കൻസിയിലേക്ക് ഒരു പുതിയ ഓഫീസറെ കണ്ടെത്താനുള്ള ചർച്ച നടക്കുമ്പോഴാണ് ഹോം മിനിസ്റ്റർ സിംഗത്തിന്റെ ട്രെയിലർ എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്നത്. സിംഗത്തിന് കുറച്ച് സൂപ്പർ പവേഴ്സ് ഒക്കെ ഉണ്ട്. എക്സ്റേ, ഗാമ റേ, ഷേപ്പ് ഷിഫ്റ്റിംഗ്, പിന്നെ ബ്രോ ലൈക്സ് ടു ഫക്ക് വിത്ത് ഗ്രാവിറ്റി. ബാലയ്ക്ക് പകരം ഇതുപോലൊരു വെകളി പിടിച്ചവനെ തന്നെയാണ് വേണ്ടതെന്ന് പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് പാസ്സാക്കും. കഥ നടക്കുന്ന തെലുങ്ക് നാട്ടിലായതുകൊണ്ട് തന്നെ ഒരു ബാലയെ ടെംപ്ലേറ്റ് പിടിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. 2 നായികമാര്, അതിലൊരാള് ഹീറോയെ നോക്കി വായിന്ന് നൊരയും പതിവ് ഒലിപ്പിച്ച് നടക്കണം. വായ് മുട്രി. എന്റെ പൊന്നു ശ്രുതി, ഇങ്ങനെ ഒലിപ്പിച്ചുകൊണ്ട് നടക്കുന്ന റോള് മാത്രം തേടി പിടിച്ച് ചെയ്യാൻ നാണോ? പിന്നെ ഇന്ത്യക്കാരും ഇംഗ്ലീഷുകാരും ആൾക്കൂട്ടത്തിരിക്കുന്ന റാൻഡം ആൾക്കാർ പോലും ഹീറോയെ നോക്കി സല്യൂട്ട് അടിക്കണം. പിന്നെ സൗകര്യം ഉണ്ടെങ്കിൽ അവസാനം 2 നായികമാര് ഒരുമിച്ച് ഐ ഷുഡ് സ്റ്റോപ്പ്. അങ്ങനെ ആളൊഴിഞ്ഞ കസേരയിലേക്ക് ഒരു ഓഫീസറും ആളൊഴിഞ്ഞ പറമ്പിലേക്ക് 2 അമ്പലങ്ങളുമായിട്ട് ഹരി സിംഗത്തെ ആന്ധ്രയിൽ എത്തിക്കും. നമ്മുടെ നാട് എത്ര ബയസ്ഡ് ആണെന്ന് അറിയണമെങ്കിൽ ഇതെടുത്ത് ട്വിറ്ററിൽ ഇട്ടാൽ മതി. ഓൾറെഡി പല വെറൈറ്റി സ്റ്റാർസുള്ള നമ്മുടെ ഇൻഡസ്ട്രിയിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരുത്തം വന്ന് ഇനി വരുത്തൻ സ്റ്റാർ എന്ന ടൈറ്റിലൂടെ അടിക്കേണ്ടെന്ന് പറഞ്ഞ് മൊട്ടയടിച്ച് ശ്രീകാന്ത് വെട്ടിയാർ സിംഗത്തിനെ വിളിച്ച് ഭീഷണിപ്പെടുത്തും. എങ്കിലും എന്റെ പൊന്നളിയ സഡൻ സ്റ്റാറും. അങ്ങനെ വില്ലന്മാരെല്ലാം റെയിൽവേ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തിയിട്ട് സിംഗം ഇടി തുടങ്ങും. ഗണിതശാസ്ത്രപരമായി ഇത് കറക്റ്റ് ആണെങ്കിലും ജീവശാസ്ത്രപരമായ ചില കുറവുകളുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആക്ടിങ്ങും ഹീറോയിൻ ഓവർ ആക്ടിങ്ങും കാഴ്ചവെക്കുന്ന ജസ്റ്റ് അനദർ സീൻ ഫ്രം തമിഴ് കൊമേഴ്ഷ്യൽ സിനിമ. ഭീഷണി, അക്രമം, ആക്രാന്തം ഇതൊന്നും കൊണ്ട് സിംഗത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം ഹീസ് എ കോൺസ്റ്റന്റ്. തമിഴ്നാട്ടിലെ ഗുണ്ടകൾക്ക് എല്ലാം സിംഗത്തിനെ പേടിയാണ്. എന്തിനാണോ പാൻറ് ഊരാൻ ഇഷ്ടമുള്ള നായകന് പാൻറ് ഇടാൻ ഇഷ്ടമില്ലാത്ത മെയിൻ വില്ലൻ. ദിസ് ഈസ് നോട്ട് റൊമാൻസ്, ദിസ് ഈസ് ഡെഫിനറ്റ്ലി റൊമാൻസ്.
20,000 അടിയിൽ പറക്കുന്ന ഫ്ലൈറ്റിൽ ഡയറക്റ്റ് കോൾ എങ്ങനെ ചെയ്തോ. ദിസ് ഇസ് നോട്ട് എ സാറ്റലൈറ്റ് ഫോൺ നമ്പർ എനിവേ. എന്തേലും കാണിക്കട്ടെ. ഇതുപോലെ ഇഗ്നോർ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇംഗ്ലീഷ് വായിക്കാൻ അറിയാത്ത ഇവനൊക്കെ എങ്ങനെ പോലീസായി എന്ന് തോന്നിയാൽ ഇഗ്നോർ. ഓസ്ട്രേലിയൻ ഫ്ലാഗ് വാങ്ങി നാട് മൊത്തം തൂക്കിയിട്ട് കാറിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയെങ്കിലും ഇത് മലേഷ്യയാണെന്ന് മനസ്സിലായാൽ ഇഗ്നോർ. സ്ക്രിപ്റ്റിൽ ഫൈൻഡ് ആൻഡ് റീപ്ലേസ് കൊടുത്ത് ഓസ്ട്രേലിയ മാറ്റി മലേഷ്യയാക്കിയ തീരാവുന്ന ഈ പ്രശ്നത്തിന് ഇത്രയും ടൈം ആൻഡ് എഫേർട്ട് ഇട്ടത് ഒരു വൈറ്റ് വാലിഡേഷന് വേണ്ടിയാണ്. നമ്മുടെ പോലീസിനെ ഒരു സായിപ്പ് ഒന്ന് സല്യൂട്ട് അടിച്ച് അതിൽ വലിയ അംഗീകാരം വേറെ ഉണ്ടോ? ഇതേ മൈൻഡ് സെറ്റ് മിൽക്ക് ചെയ്താണ് ഇവിടെ ഒരുപാട് റിയാക്ഷൻ ചാനൽസ് ഓടിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് കണ്ടന്റ് ഒരു ഇന്ത്യൻ യൂട്യൂബർ ഒന്ന് റിയാക്ട് ചെയ്യുന്ന ആലോചിച്ച് നോക്കിയേ. ദേ ഡോണ്ട് ഗിവ് എ നമ്മുടെ വില്ലൻ ഈസ് സൂപ്പർ റിച്ച്. പണക്കൊഴുപ്പ് എല്ലിന്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇവൻ ക്യാമറയൊക്കെ എടുത്ത് വർക്കൗട്ട് ചെയ്യും. എത്രയൊക്കെ കാശുണ്ടായിട്ടും നമ്മുടെ നാട്ടിലെ ചില റോക്കറ്റോളികളെ പോലെ ആർക്കും വേണ്ടാത്ത കുറെ വേസ്റ്റ് നമ്മുടെ നാട്ടിൽ കൊണ്ടിറക്കി അതിന്ന് കമ്മീഷൻ അടിച്ച് ആ ക്യാഷിന് കാരുണ്യ ലോട്ടറി എടുത്ത് സ്വയം നന്മയോളി ചമഞ്ഞു നടക്കുന്ന ഒരു ഇവന്മാരെ പിടിക്കാവുന്ന സിംഗം നെക്സ്റ്റ് ഡേ തന്നെ ഡ്യൂട്ടി തുടങ്ങും. என்ன நடந்துட்டு இருக்கு? வேற ரூட்ல வர்க் பண்ணிட்டு இருக்கேன் சார். I'm very happy the way you are approaching the case. നാട്ടിലെ പ്രധാന റൗഡികളെല്ലാം വന്ന് ഏണിയും പമ്പും കളിക്കുന്ന സ്ഥലത്ത് പോയി ഇവന്മാര് കള്ളനോട്ട് വെച്ച് കളിക്കുന്ന കണ്ടിട്ടും സിംഗം പ്രതികരിക്കില്ല. ഹി വാസ് ബിസി വിത്ത് സിംഗം സാർ. சொல்லுங்க. കുടുംബത്തിൽ പറഞ്ഞ സ്ത്രീകളാരും പോലീസ് സ്റ്റേഷനിൽ കയറില്ലെന്നല്ലേ സാറ് പറഞ്ഞത്? സാറിന്റെ വൈഫ് വന്നിട്ടുണ്ട്. இந்த மாதிரி இடத்துல பொண்ணுங்க வரக்கூடாது. போலீஸ் மாதிரி பேசுங்க சார். പുറമ്പോക്ക് മാറി പേசுறீங்க. സിംഗണ്ണന്റെ വൈഫ് കാവ്യ ഭയങ്കര ട്രഡീഷണൽ ആണ്. എയർപോർട്ടിൽ പോലും താലി അടിക്കില്ല. അതെന്താടി നാട് മൊത്തം പാട്ടും പാടി ഡാൻസും കളിച്ച് നടന്നപ്പോഴും ജോലിക്ക് പോകുമ്പോഴും നിനക്ക് താലി വേണ്ട? എയർപോർട്ടിൽ സെക്യൂരിറ്റി ചെക്ക് മാത്രമാണ് അപ്പന്റെ മരുമം കൊട്ടിയ താലി. ഇതുവരെ പബ്ലിക്ക് പട്ടിച്ചോ കാണിക്കാൻ വേണ്ടി മാത്രം ട്രഡീഷൻ പൊക്കിക്കൊണ്ട് നടക്കുന്നവരെ കണ്ടാലേ കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ ആന്ധ്രയിലേക്ക് വരേണ്ടി വന്നതിന്റെ പിണക്കം മാറ്റാൻ വേണ്ടി വൈഫിനെ -10 ഡിഗ്രിയിൽ വിന്റർ അടിച്ച് കിടക്കുന്നിടത്ത് കൊണ്ടുപോയി സമ്മർ ഡ്രസ് ഇട്ട് നടത്തിക്കും. അക്കോർഡിംഗ് ടു തമിഴ് സിനിമ 50 ഡിഗ്രി സെൽഷ്യസിൽ 2 ഷർട്ട് വിട്ട് അകത്ത് ടീഷർട്ട് വിട്ട് കഴുത്തിൽ കർച്ചീഫും കെട്ടി നിൽക്കുന്ന ഹീറോ കൂളും ബിലോ 0 ടെമ്പറേച്ചറിൽ സമ്മർ ഡ്രസ് ഇട്ട് കിടക്കുന്ന ഹീറോയിൻ ഹോട്ടുമാണ്. സോഷ്യൽ ഡിസ്റ്റൻസിങ്. You know, അവര് ജസ്റ്റ് മാരീഡ് ആണ്, സോ ടൈം എടുക്കും. I'm very happy the way you are approaching the case. നന്നായിട്ട് കപ്പലണ്ടി തിന്നുകൊണ്ടിരിക്കുമ്പോൾ പേട്ടണ്ടി കിട്ടുന്ന പോലാണ് ശ്രുതിഹാസന്റെ എൻട്രി. ഇവൾ ഈ പടത്തിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു മാറ്റം വരാൻ പോകുന്നില്ല. അറ്റാക്ക് വന്ന് വീണ അപ്പന് CPR കൊടുക്കാൻ ഓടി വരുന്ന സീനല്ല ഇത്. ഹീറോയെ കണ്ട് ഇംപ്രസ് ആയി വരുന്ന സീനാണ്. കമലണ്ണന്റെ മോളെല്ലാം പഠിച്ച് അഭിനയം മാത്രം പഠിച്ചില്ല. ഒറ്റ ദിവസം ആൾക്കൂട്ടത്തിൽ വെച്ച് കണ്ട പരിചയം വെച്ച് അവർ ബെസ്റ്റ് ഫ്രണ്ട്സ് ആവും. അല്ല സോറി, ലവേഴ്സ് ആവും. ആക്ച്വലി നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ എന്താ? എനിക്ക് ക്ലാരിറ്റി ഇല്ല സേട്ടാ. ഇമാതിരി അപരാധങ്ങൾ മുൻകൂട്ടി കണ്ട് 10 വർഷം മുമ്പ് റിലേഷൻഷിപ്പ് സ്റ്റാറ്റസിൽ ഇന്നെ കോംപ്ലിക്കേറ്റഡ് റിലേഷൻ എന്ന ഓപ്ഷൻ കൊണ്ടുവന്ന സുക്കറണനാണ് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ക്രാന്തദർശി. ഭർത്താവായിട്ടുള്ള റിലേഷൻ ലൈനിൽ ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഇങ്ങനെയൊക്കെ അവളെ ഒളിപ്പിച്ചുകൊണ്ട് പുറകെ നടന്നാലും സിംഗം അവളെ മൈൻഡ് ചെയ്യില്ല. எல்லாரையும் பார்க்காம என்ன பார்த்தா நான் ஸ்பெஷல், ஆனா எல்லாரையும் பார்த்து என்ன பார்க்கலனா நான் ரொம்ப ஸ்பெஷல். According to this logic, Sanju Samson is the ரொம்ப special player of BCCI. எல்லாரையும் பார்த்து என்ன பார்க்கலனா நான் ரொம்ப ஸ்பெஷல். എല്ലാ അവഗണനകളും സഹിച്ച് ശ്രുതി സിംഗത്തിന്റെ വീക്ക് പോയിന്റ് തന്നെ കയറി പിടിക്കും. സർ, நான் IPS എഴുത പോறேன் സർ. IPS ബാഡ്ജിനോട് ഭയങ്കര ഒബ്സഷൻ ഉള്ള സിംഗം അവള് കാണിച്ച ഡോക്യുമെന്റ് ഫേക്ക് ആണെന്ന് പോലും നോക്കാതെ കൂടെ കൂട്ടും. IPS ഒരു പോയി சொன்னேன், அப்படியே നമ്പിட்டாரு. സിംഗം ഡ്യൂട്ടി ജോയിൻ ചെയ്യുന്നത് 2016 ഒക്ടോബറിലാണ്. ഇവളുടെ വരാനിരിക്കുന്ന സിവിൽ സർവീസ് എക്സാം 2016 മെയ്യിൽ കഴിഞ്ഞു. വേറെ റൂട്ട്ல വർക്ക് பண்ணிட்டு இருக்கேன் சார். I'm very happy the way you are approaching the case. ഈ ഫേക്ക് ലവ് ട്രാക്കിനിടയ്ക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വീണ്ടും കണ്ടെയ്നർ വരും. ഒരു കണ്ടെയ്നർ നിറച്ച് എക്സ്പയർഡ് മെഡിസിൻസ് ഫ്രം ഓസ്ട്രേലിയ. ഇതെല്ലാം ഇന്ത്യൻ മെഡിസിൻസ് ആണ്. ഓക്കെ മേക്ക് ബിലീഫ് ആണ്. പക്ഷെ ഓസ്ട്രേലിയ കാണിച്ചിട്ട് ആന്ധ്രാപ്രദേശ് ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട ബാധ്യത നമുക്കുണ്ടോ? ഉണ്ടെന്നാണ് അവന്മാർ വിചാരിച്ചിരിക്കുന്നത്. ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ് ഈ മൂവിയിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത് ഓസ്ട്രേലിയയുടെ മാപ്പാണ്. സൗത്ത് വെയിൽസ് മധുരവാഡ, സിഡ്നി വിജയവാഡ, അപ്പൊ മെൽബൺ ആണ്ടിപ്പെട്ടി, ഇത് ആണ്ടിപ്പെട്ടി ഷൺമുഖൻ. അങ്ങനെ പടം തുടങ്ങി 1.5 മണിക്കൂർ കഴിഞ്ഞ് യൂണിഫോം കിട്ടിയപ്പോഴാണ് ഇതൊരു പോലീസ് മൂവിയാണെന്ന് സിംഗത്തിന് ഓർമ്മ വന്നത്. പിന്നെ അങ്ങോട്ട് റോളർ കോസ്റ്റർ കയറി ഇരുന്ന അവസ്ഥയാണ്.
സിംഹം ഓടുന്നു, സിംഹം ചാടുന്നു, കണ്ടവന്മാരെയൊക്കെ ഓടിച്ചിട്ട് വെടിയിച്ച് കൊല്ലുന്നു. സാറിന് തലയ്ക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇല്ല. തലയ്ക്ക് വെളിവുള്ളവന്മാർ ആരെങ്കിലും റോഡ് ബ്ലോക്ക് ചെയ്ത് കുതിരപ്പുറത്ത് ചേസ് ചെയ്യോ? ഇനി ബാക്കി വെടിയെല്ലാം ഓസ്ട്രേലിയയിൽ പോയി വെക്കാന്ന് പറഞ്ഞ് സിംഗം വൈഫിനെയും കൊണ്ട് ഓസ്ട്രേലിയയിൽ പോകും. സിഡ്നി എയർപോർട്ട് വിച്ച് ഇസ് ഇൻ റൊമേനിയ. ഓസ്ട്രേലിയ ബേസിൽ നടക്കുന്ന ഈ മൂവിയിൽ ഒറ്റ ഷോട്ട് പോലും ഓസ്ട്രേലിയയിൽ എടുത്തിട്ടില്ല. ഇത് മലേഷ്യ, ഇത് റൊമേനിയ, ഇത് മലേഷ്യ, ഇത് റൊമേനിയ, ഇത് മലേഷ്യ. ഈ ഒരു സീനിൽ ഞാൻ ഓൾമോസ്റ്റ് കൺവിൻസ്ഡ് ആയി. ബിക്കോസ് ദിസ് പ്ലേസ് ഇസ് ഇൻ ഓസ്ട്രേലിയ. ഒരു ബോർഡൊക്കെ ഫേക്ക് ആയിട്ട് ഉണ്ടാക്കി ആരെങ്കിലും സമയം കളയൂ എന്നാണ് ഞാൻ വിചാരിച്ചത്. അൺടിൽ ഐ സോ ദിസ്. ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ കോമൺ ആയിട്ട് കാണുന്ന ഒരു 2-വീലറാണ്. ഇതും മലേഷ്യയാണ്. என்ன நடந்துட்டு இருக்கு? வேற ரூட்ல வர்க் பண்ணிட்டு இருக்கேன் சார். I'm very happy the way you are approaching the case. ഈ കണ്ട ബോർഡൊക്കെ എഡിറ്റ് ചെയ്ത് ഓസ്ട്രേലിയയാണ് സ്ഥാപിക്കാൻ ശ്രമിച്ച കഷ്ടപ്പാട് മനസ്സിലാവും. ബട്ട് സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ സെൻട്രൽ മിനിസ്റ്ററുടെ സെക്യൂരിറ്റി ടീമിൽ ഒരു സർദാർ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്ന് കരുതി പക്ക തമിഴ് ലുക്കുള്ള ഒരാളെ ടർബനും കെട്ടിച്ച് മുഖത്ത് കരിയും വരുത്തേച്ച് കൊണ്ടുവന്ന അയാൾ സിക്കന്ദർ സിംഗ് ആവും. ഇതുപോലെ ചൊക്കലിംഗ സിംഗേ ആവത്തുള്ളൂ. ഐ തിങ്ക് യു ഗോട്ട് മൈ പോയിന്റ്. ഇത്രയൊക്കെ ആയിട്ട് മടുക്കാത്ത സിംഗം $1 മില്യൺ ബിസിനസ് ജിമെയിൽ വഴി ചെയ്യുന്ന ആ അധോലോക കമ്പനിയുടെ ഓണറെ കണ്ടെത്തും. ഈ പാവപ്പെട്ട ആക്രിയിട്ടുണ്ടാക്കിയ കാശ് ഗ്യാങ് മെമ്പേഴ്സ് കൊണ്ട് ടോയ്ലറ്റിൽ വെക്കും. കള്ളക്കടത്തിലുണ്ടാക്കിയ കാശിനെ കക്കൂസി കസേരയിട്ട് ഇരുത്തിയിട്ട് കയ്യിലുള്ള കണ്ണെല്ലാം ഫ്രിഡ്ജിൽ തണുപ്പിക്കാൻ വെച്ച് ബിയർ സ്പ്രൈറ്റും ചേർത്ത് നൂഡിൽസും കൂട്ടി അടിക്കുന്നു. ദിസ് എക്സ്പ്ലെയിൻസ് ഹൗ സ്റ്റുപ്പിഡ് ദേ ആർ. ഇന്ത്യൻ പോലീസ് ഫോഴ്സിൽ വേഷം മാറി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരേ ഒരു പോലീസ് ഓഫീസറാണ് സിംഗം. എന്തൊക്കെ വേഷം മാറ്റി കെട്ടിയാലും പൈ റിമെയിൻസ് കോൺസ്റ്റന്റ്. അങ്ങനെ വേഷം മാറി വന്ന സിംഗത്തിന് എയർപോർട്ടിൽ വെച്ച് പോലീസ് പിടിക്കും. അപ്പൊ സിംഗം പറയും ഞാൻ അതൊന്നും തുടങ്ങിയിട്ടില്ല, വേണമെങ്കിൽ എന്റെ പേര് ഗൂഗിൾ ചെയ്ത് നോക്കാൻ. നോക്കുമ്പോൾ ദേണ്ടടാ സിംഗം ഒരു പഞ്ചായത്തിനെതിരെ ഒറ്റയ്ക്ക് ഫുട്ബോൾ കളിക്കുന്ന വീഡിയോ. 25 പേരുണ്ടായിട്ടും സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോയി ഗോൾ അടിച്ച അണ്ണന്റെ കഴിവ് കണ്ട് ഓസ്ട്രേലിയൻ പോലീസ് വരെ സല്യൂട്ട് അടിക്കും. അങ്ങനെ ഈ അധോലോകത്തിന്റെ വിവരങ്ങൾ ബുദ്ധിപരമായി ചോർത്തിയെടുക്കാൻ വേണ്ടി ശ്രുതിയെ പറഞ്ഞു വിടും. ബിനാമി വെച്ച് രഹസ്യമായിട്ട് നടത്തുന്ന ബിസിനസിനെ കുറിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. ഓസ്ട്രേലിയയിലെ നിങ്ങൾ മികപ്പെരിയ ബിസിനസ്മാൻ അങ്ങിരുന്നതാ இந்த ഇ-വേസ്റ്റ് മെഡിവേസ്റ്റ് വന്നിരുന്നു. കക്കാങ്കേരി വീട്ടിലെ ഓണറിനെ വിളിച്ചുണർത്തി ലോക്കറിന്റെ കീ ചോദിച്ച അവസ്ഥയും ശ്രുതിക്ക്. അങ്ങിരുന്നതാ இந்த ഇ-വേസ്റ്റ് അങ്ങനെ ശ്രുതിയെ തട്ടിക്കൊണ്ടുപോയ സിംഗം സ്നൈപ്പറിൽ ഷോട്ട് ഗണ്ണിന്റെ ബുള്ളറ്റിട്ട് വെടിവെക്കും. ഇത് എഡിറ്റ് ചെയ്തവൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചു കാണില്ല 2 വർഷം കൂടി കഴിയുമ്പോൾ സാധാരണക്കാർക്ക് പോലും ഇത്രയും ഗണ്ണിന്റെ നോളജ് വരുമെന്ന്. താങ്ക്സ് ടു പബ്ജി. ആടാൻ ശ്രുതിയെയും അഭിനയിക്കാൻ അനുഷ്കയും എടുത്ത അതേ കോൺസെപ്റ്റിലാണ് ഈ സിനിമയിലെ കാറുകൾ ചൂസ് ചെയ്തിരിക്കുന്നത്. ഒളിക്കാൻ സഫാരി, പറത്താൻ സ്കോർപിയോ. അങ്ങനെ ഇനി ബാക്കിയുള്ള നമ്മളെ റെഡ്ഡിക്കാർ മാത്രമാണ്. ഹിന്ദിയിൽ ഖാൻമാരെ വെടികൊണ്ട് ചാവുന്ന റോള് മാത്രമേ കിട്ടുന്നുള്ളൂ എന്ന് പറഞ്ഞ് സൗത്തിലേക്ക് വന്നായിരുന്നു ശരത് സക്സേന. ഹീറോ സാബ് ആയെങ്കിൽ ഹമാരി പിട്ടായി കरेंगे. ഉസ് ദിൻ സേ ഹിന്ദി ഫിल्मों में काम करना बंद कर दिया. അതുകൊണ്ട് തന്നെ മനഃപൂർവ്വം സൈഡ് ആക്ടറിനെ കൊണ്ട് കൊല്ലിപ്പിച്ച്. ഹീറോ സാബ് ആയെങ്കിൽ ഹമാരി പിട്ടായി കरेंगे. അങ്ങനെ റെഡ്ഡിക്കാരും പെട്ടിക്കാരും ആയതറിഞ്ഞ് നമ്മുടെ നിക്കറളിയും സിംഗത്തെ കാണാൻ വേണ്ടി വരും. അവരുടെ താല്പര്യങ്ങളിൽ സമാനതകൾ ഉണ്ടെങ്കിലും സിംഗം ഈസ് നോട്ട് ഹാപ്പി അബൌട്ട് എ ഫോറിനർ സേയിങ് ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ. ബ്രോ കലിപ്പാവണ്ട, ഇറ്റ്സ് എ ഫാക്ട്. சாக்லேட்டை சாப்பிட்டா பேப்பரை ரோட்ல போடாம பாக்கெட்ல வச்சுட்டு குப்பை தொட்டில போடுற பழக்கம் இப்ப படிக்கிற ஸ்കൂൾ കുളന്നിങ്ങ വரைக்கும் வந்துருச்சு. അതൊക്കെ വളരെ നല്ല കാര്യം. ട്രാഫിക് റൂൾസ് ഫോളോ ചെയ്യുന്ന ഒരു ശീലം കൂടി വന്നാൽ വളരെ നന്നായിരിക്കും. ഇറ്റ്സ് എ ഫക്കിംഗ് വൺ വേ. അവിടെ ഇട്ട് യൂട്ടേൺ എടുത്ത് പോയിക്കോ. ബൈ ദ വേ, പെറ്റി കേസ് ഗുണ്ടകളെല്ലാം ഒരു കണ്ണിച്ചോറിയില്ലാതെ വെടിവെച്ചു വന്ന സിംഗം ഒരു ഇന്റർനാഷണൽ ക്രിമിനലിന് നന്നാവാനുള്ള അവസരം കൊടുത്തു വിടും. ஒரு வாய்ப்பு தரேன். இந்த கேடுகெட்ட தொழில் நிப்பாட்டி நான் பட்டதெல்லாம் தப்பு, நீ சரண்டா இந்தியன் பீனல் கோட் will speak. Because you know that's the power of money. അങ്ങനെ 2 മാസത്തെ ആട്ടത്തിലും കൂത്താട്ടത്തിലും ഫോറിൻ ട്രിപ്പിനൊടുവിൽ ഇ-വേസ്റ്റ് മെഡിവേസ്റ്റ് ബിസിനസിനെ കുറിച്ച് വ്യക്തമായി അറിയുന്ന ഒരു പ്രൈം വിറ്റ്നസിനെ കണ്ടെത്തും. ആക്ച്വലി ഇയാൾ പടം തുടങ്ങി 10ാമത്തെ മിനിറ്റിൽ സിംഗത്തിനെ നേരിട്ട് കണ്ട് കാര്യം പറയാൻ വന്നതായിരുന്നു. പക്ഷെ ആ സമയത്ത് സിംഗം കുറച്ച് ബിസി ആയിരുന്നു. വേറെ റൂട്ടിൽ വർക്ക് பண்ணிட்டு இருக்கேன் சார். I'm very happy the way you are approaching the case. ഇനി എന്താ, വില്ലൻ ഹൈദരാബാദ് എയർപോർട്ടിലേക്ക് രക്ഷപ്പെടാൻ വേണ്ടി പോകുന്നു. സിംഗം ഫോർച്യൂണർ ഓടിച്ച് റൺവേ കയറ്റി 300 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന ഫ്ലൈറ്റിനെ ഓവർടേക്ക് ചെയ്ത് നിർത്തി അങ്ങനെ വില്ലനെ പിടിക്കുന്നു. ശുഭം. ഈ പറഞ്ഞ ഹൈദരാബാദ് എയർപോർട്ട് എവിടെയാണെന്ന് ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. അങ്ങനെ മിഷൻ സക്സസ് ആയ സന്തോഷത്തിൽ പോലീസ് കൺട്രോൾ റൂമിൽ ഇരിക്കുമ്പോഴാണ് പോലീസ് കൺട്രോൾ റൂമിൽ എന്തിനാണോ GTA 5ന്റെ മാപ്പ് കോപ്പ്. ഇയാളുടെ മീശയിൽ ഒട്ടിച്ചിരിക്കുന്ന കോഴിത്തൂവലാണ് സത്യം. ഞാൻ മടുത്ത്, ഞാൻ പോകണം. അങ്ങനെ പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചപ്പോൾ സിംഗം സാറിന് ഒന്നേ പറയാനുള്ളൂ, പോലീസ് സ്റ്റേഷൻ പക്കം വരപ്പെടാ. പോലീസ് മാറി പേസുங்க സാർ, പുറമ്പോക്ക് മാറി പേசுறீங்க. അസിംഗം, ഐ മീൻ ഹീസ് എ ബാഡ് ഗൈ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. കുറച്ച് നാളത്തേക്ക് അപ്കമിങ് എപ്പിസോഡ്സ് ഒക്കെ വോയിസ് ഓവർ ആയിരിക്കും ബിക്കോസ് ഓഫ് സം പേഴ്സണൽ റീസൺസ്. അപ്പോൾ ശരി, ബൈ.